ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാന്റെ മാതാവ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. എങ്ങനെയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഒപ്പം തന്നെ അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അഫാന്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം ഡോക്ടേഴ്സും പറയുന്നത്? അതായത് ഈ അഫാന്റെ മാതാവ് ഇവിടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ നമ്മൾ ആശുപത്രി അധികൃതരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ അവരുടെ ശരീരം മരുന്നുകളോടുൾപ്പെടെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതിതീവ്ര നിലയല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആശാവഹമായ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് മറ്റ് ചില ഗുരുതര അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഇവർ നിലവിൽ നേരിടുന്നു. എന്തായാലും ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണത്തിലാണ് ഈ ഷമി നിലവിൽ തുടരുന്നതിൽ. അതിക്രൂരമായ ആക്രമണമാണ് ഇവർക്ക് നേരെ ഉണ്ടായത്. വലിയ തോതിൽ ശരീരത്തിന് ബ്ലഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കുറച്ചധികം മണിക്കൂറുകൾ കൂടി നിരീക്ഷണം ആവശ്യമുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ആരോഗ്യത്തെ സംബന്ധിച്ചൊരു അവലോകനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് ഡോക്ടർമാരെല്ലാം തന്നെ പറയുന്നത്. ഈ കൊലപാതക പരമ്പരയിൽ ഈ കുട്ടക്കൊലയിൽ രക്ഷപ്പെട്ട ഒരേ ഒരാളെന്ന് പറയുന്നത് ഈ പ്രതിയുടെ ഉമ്മ ഷമി മാത്രമാണ്. ബാക്കി എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിൽ മറ്റു 2 പേരുടെ കൂടി ശരീരങ്ങൾ നിലവിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഫർഹാൻ്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെയും ഒപ്പം തന്നെ സഹോദരൻ അഫ്സാൻ്റെയും മൃതശരീരങ്ങൾ നിലവിൽ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെയോടെ തന്നെ ആശുപത്രി അധികൃതരുടെ പുതിയ അപ്ഡേറ്റുകൾ ഇനി രാവിലെയോടെ ആയിരിക്കും വരിക. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അവർ ആരോഗ്യനില ഏറെക്കുറെ തൃപ്തികരമാണ്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ ആരോഗ്യനിലയും തൃപ്തികരമെന്ന തരത്തിലാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം എരിവിഷം ഉൾപ്പെടെ കഴിച്ചെന്ന രീതിയിലാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത്. അതിനുശേഷം പോലീസ് വലിയ തോതിൽ ഇയാളെ ആശുപത്രിയിലെത്തി. ജയശങ്കർ, അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോടെ ആയിരുന്നോ അഫാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നത്? എലിവിഷമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? സ്മിത, പ്രതി പോലീസിന് നൽകിയ മൊഴി മാത്രമാണിത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ സ്റ്റേബിൾ ആയിരുന്നു എന്നാണ് നമ്മൾ രാത്രി ചില സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിക്കുന്ന സമയത്ത് പ്രതി കൃത്യമായി സംസാരിക്കുകയും മറ്റ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നില്ല. പക്ഷേ ഇയാൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നാലെയാണ് ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അവിടെ പ്രാഥമികമായ ചികിത്സ നൽകുന്നു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്നു. വയറുൾപ്പെടെ ക്ലീൻ ചെയ്യാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നു. ഇന്നലെ രാത്രി ഇദ്ദേഹത്തിൻ്റെ മൊഴി ഉൾപ്പെടെ ജഡ്ജി ഉൾപ്പെടെ വന്ന് ജുഡീഷ്യൽ അധികൃതർ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. അങ്ങനെ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി പോലീസിന് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നിർണായകമാണ്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പ്രതി കൃത്യം നടത്തിയ ശേഷം സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് വിചാരിച്ചത് ഇയാൾ മാനസിക പ്രശ്നമുള്ള ആരോ അല്ലെങ്കിൽ മദ്യലഹരിയിലോ മറ്റോ ഇത്തരത്തിൽ വന്ന് പറയുന്നതാണ്. പക്ഷേ പിന്നീട് മണിക്കൂറുകളിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമാണെന്ന് തെളിഞ്ഞു. ഓരോ മരണങ്ങളും ഓരോ സ്റ്റേഷൻ പരിധിയിൽ കൃത്യമായി മാർക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചു. നമ്മൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ചുമായിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ അവർ ആദ്യഘട്ടത്തിൽ ഈ പ്രതിയുടെ മൊഴികൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് കൃത്യമായി സ്റ്റേഷൻ പരിധികളിൽ പരിശോധിച്ചപ്പോൾ ഈ മരണങ്ങൾ മാർക്ക് ചെയ്യാൻ സാധിച്ചു. അത് ഉറപ്പിക്കാൻ സാധിച്ചു. എന്തായാലും ഇതിൻ്റെ മോട്ടീവ്, കാരണം അതാണ് ഇനി പോലീസിന് അറിയേണ്ടത്. അതിന് ഈ പ്രതി അഫാനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തിനിത് ചെയ്തു? കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു, മറ്റു ഭാഗത്ത് ഈ വിവാഹത്തിന് വീട്ടുകാർ അനുമതി നൽകാത്ത പ്രശ്നമുണ്ട്. ഈ വീട്ടുകാർ ഈ പെൺകുട്ടിയെ അംഗീകരിക്കാത്ത പ്രശ്നമെന്ന് പറയുന്നു. അങ്ങനെ വിവിധ തലങ്ങളുണ്ട്. അപ്പോൾ കൂടി ഈ തന്നൊപ്പം പ്രണയിച്ച, തന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടി എന്തിന് ഈ പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നൊരു ജയശങ്കർ, ഇതൊക്കെ പോലീസിന്റെ അനുമാനങ്ങളല്ലേ? ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സാമ്പത്തികമായ പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തതാണ് കാരണം എന്നുള്ളതൊക്കെ പോലീസിന്റെ ഒരു അനുമാനമാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ?
അതായത് പോലീസിനെ സംബന്ധിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നു. പിന്നീട് ഇയാളെ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള ഒരു സമയം പോലീസിന് ലഭിക്കുന്നില്ല. ഇയാൾ പറയുന്ന കാര്യങ്ങൾ പോലീസ് കേട്ടു. പിന്നാലെയാണ് ഇയാൾ എലിവിഷം കഴിച്ചു എന്നൊരു കഥ പോലീസിനോട് പറയുന്നത്. പിന്നാലെ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പക്ഷേ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രാഥമികമായൊരു നിഗമനം, 1-2 നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ അതും ഔദ്യോഗികമായി റെക്കോർഡിക്കലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസിന് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. കാരണം തന്നെയാണ് എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇയാൾ എത്തി ഇക്കാര്യം പറയുന്നു. 6 പേരെ താൻ കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്റ്റേഷനിൽ ഓട്ടോറിക്ഷയിലെത്തിയ പ്രതി പറയുന്നു. പക്ഷേ പോലീസ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അത്രയ്ക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. 23-കാരനായ ചെറുപ്പക്കാരനാണ് വന്നു പറയുന്നത്. പിന്നീടാണ് അത് യാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് മനസ്സിലാകുന്നതും കൂടുതൽ അതിലേക്ക് അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നതും പിന്നീട് ഈ 5 പേരെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയതും മാതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് തലയ്ക്കടിയേറ്റ് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്